ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നൂരിലൊക്കെ പോയി തിരിച്ചു വരുന്നത് വരെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിലെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ കമൻറ്റുകളൊന്നും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൽ ഓഫ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നൂരിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് കണ്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചുണ്ടയിലെത്തിയപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങി ഓൾമോസ്റ്റ് എല്ലാ പാർക്കുകളും ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ ക്ലോസ് ആക്കലുണ്ട് അല്ലേ. ഇവിടെ രാത്രി 9 മണി 9:30 വരെയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കയറി ചെല്ലുന്ന അവിടെ തന്നെ വലിയൊരു മങ്കീൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു അഡ്വഞ്ചർ പാർക്ക് തന്നെയാണ്. 1-2 റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എൻട്രി ഫീസ് ആവശ്യമല്ല. പിന്നെ നമ്മൾ റൈഡിലൊക്കെ എന്തിലെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ചാർജ് നമ്മൾ കൊടുക്കണം. തേയിലത്തോട്ടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. അപ്പോൾ കാണാനൊക്കെ അടിപൊളി വ്യൂ തന്നെയാണ്. നമ്മൾ വൈകുന്നേരം ഏകദേശം ഇരുടാവാനൊക്കെ ആയ ഒരു സമയത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾക്കുള്ള എൻജോയ്മെൻറ്റ് എന്ന് വെച്ചാൽ പൂള് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെത്തിയത് ഈ ഒരു സമയത്താണല്ലോ, നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും കുട്ടികളെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൂളിൻ്റെ അടുത്തേക്ക് പോകുന്ന അവിടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ അവർ കയറിയിരുന്ന് കളിക്കുകയാണ്. എന്നാലും അവരെ കണ്ണ് വെള്ളത്തിലേക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ പൂളിലാണെങ്കിലും ഇവിടെയുള്ള റൈഡുകളിലാണെങ്കിലും 200, 300 അങ്ങനെയൊക്കെയാണ് ചാർജ് വരുന്നത് ഒരാൾക്ക്. പിന്നെ ചെറുതായിട്ട് ഉള്ളത് ഫിഷ് സ്പാ, അതുപോലെ തന്നെ എന്താ ഒരു കാളയൊക്കെ അല്ലേ കയറി ഇരുന്നിട്ട് കുത്തിമറിച്ചിടുന്ന ആ ഒരു സംഭവം, അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ആങ്ങളുടെ മോളും പിന്നെ ചെറിയ ആങ്ങളുടെ വൈഫും കൂടെ നമ്മുടെ ഈ ഒരു കേബിൾ സൈക്കിൾ ഉണ്ടല്ലോ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവരതിലൊക്കെ കയറി വന്നപ്പം പിന്നെ ഒരു കേബിൾ കാർ കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ റൈഡുകളൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാനൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ഇതുപോലെയാണ് കേട്ടോ ഇതുണ്ടായിരുന്നത്. താഴ്ന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് യന്ത്രഊഞ്ഞാലിൻ്റെ ആ ഒരു കൊട്ട പോലെയൊക്കെയാണ് ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ശരിക്കും കാലൊക്കെ താഴോട്ട് ഇടാൻ പറ്റിയ ഒരു ഊഞ്ഞാൽ തന്നെയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി വന്നതിന് ശേഷമാണ് പിന്നെ മൂത്താങ്ങളെയും വൈഫും കൂടെ പോണത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു നല്ല സുഖമുണ്ട് പോകാൻ എന്നൊക്കെ. പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സമാധാനത്തോടെ തന്നെയാണ് പോണത്. തിരിച്ചു വരുന്ന സമയത്ത് ചെറുതായിട്ട് അവരൊന്ന് ഇളക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ചൊരു സ്പീഡും കൂടുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ച അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ
തേയിലേൻ്റെ നടുക്ക് കൂടിയാണ് പോണത്. അപ്പോൾ പകലാണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവുമായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാർക്ക് മൊത്തം കാണാമെന്നല്ലാതെ തേയിലയോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പകലാണെങ്കിൽ അവർ അവിടെ തേയിലേൻ്റെ നടുക്ക് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവർ ആങ്ങളെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതല്ലേ ഒരു തിരിച്ചു വരുമ്പോ അതിലേറെ സുഖം ഉണ്ടാവും. എന്തായാലും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതിലൊക്കെ കയറി തിരിച്ചു വന്നപ്പോൾ ദാ ഇവിടെ 2 പേരുടെ മുഖം വീർത്ത് കെട്ടി നിൽക്കുകയാണ് കേട്ടോ. വേറെ ആരുടെ അല്ല, നമ്മുടെ സെക്കിക്കുട്ടീൻ്റെയും പിന്നെ ആങ്ങളുടെ മോളതും. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരെ പൂളിൽ ഇറക്കിയിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൽപ്പറ്റ എത്തിയപ്പം നമ്മുടെ ന്യൂ ഫോമിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ബ്രോസ്റ്റേഡും പൊറോട്ടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രോസ്റ്റേഡ് ആകുമ്പോൾ കുട്ടികൾക്കും കൊടുക്കാമല്ലോ, എരിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഉമ്മച്ചീനെയും ചെറിയ ആങ്ങളുടെ വൈഫിനെയും കുട്ടികളെയും പിന്നെ അതുപോലെ മൂത്ത ആങ്ങളുടെ മോളെയൊക്കെ അവിടെ വീട്ടിലിറക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂത്ത ആങ്ങളെയും വൈഫും കൂടെ എന്നെയും സെക്കിക്കുട്ടീനെയും വീട്ടിൽ ആക്കി തരാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇല്ലാത്തത് ഷഫീഖയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും ചെറിയ ആങ്ങളെയും ഉണ്ടായിരുന്നില്ല. ചെറിയ ആങ്ങളെയും ഷഫീഖയും പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ പള്ളിയിലും ആയിരുന്നു കേട്ടോ. ഞങ്ങളൊത്തുള്ള ആ ഒരു ചെറിയൊരു നേരം എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.